നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഇന്നത്തെ ദിവസം പ്രത്യേക ദിവസമാണെന്ന് മാഡത്തിന് അറിയായിരുന്നോ? എന്റെ ഒപ്പം നിന്ന് അച്ഛൻ എന്നെ കൊണ്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യിക്കോ? അച്ഛന്റെ കൈ കൊണ്ട് ബർത്ത്ഡേ ദിവസത്തെ ആദ്യ മധുരം എനിക്ക് കിട്ടുമോ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിഷ് ചെയ്യോ? എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആലോചിച്ചിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം എന്ത് സന്തോഷാണെന്ന് അറിയാവോ? അങ്ങനെയൊക്കെ സംഭവിച്ച ഈ മോൾക്ക് ജീവിതത്തിൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ അച്ഛാ? എന്നാലും അതാരായിരിക്കും? മുടങ്ങാതെ എന്റെ പിറന്നാൾ ദിവസം എനിക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് അയക്കുന്ന ആ അജ്ഞാത വ്യക്തി അതാരായിരിക്കും? മുടങ്ങാതെ എനിക്കിങ്ങനെ ഈ ഗ്രീറ്റിംഗ്സ് അയക്കണമെങ്കിൽ അവരെനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കില്ലേ? ശരിക്കും ആരായിരിക്കും? ആ അജ്ഞാത വ്യക്തിക്കും എനിക്കും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ആരാണ് അഭ്യുദയകാംക്ഷി? ഈ ബർത്ത്ഡേക്കും എനിക്ക് അജ്ഞാത വ്യക്തിയുടെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് വരുമായിരിക്കോ? ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ എന്തായാലും ഏത് വേഷത്തില് എപ്പോ വന്നാലും ആളാരാണെന്ന് കണ്ടുപിടിക്കണം. അച്ഛാ, ഇതുവരെ എന്റെ ഒരു പിറന്നാളിനും അച്ഛന്റെ പിറന്നാൾ ആശംസകൾ ലഭിക്കാനുള്ള ഭാഗ്യം ഈ മോൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ ഈ പിറന്നാൾ അച്ഛൻ ആഘോഷിക്കാൻ പോകുന്നത് മഹാഭാഗ്യം.
ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നത്. എന്റെ ഈ പിറന്നാൾ ദിവസം ആദ്യം ഞാൻ കണ്ടത് എന്റെ അച്ഛന്റെ മുഖം. ഈ വർഷം മുഴുവൻ ഞാൻ സന്തോഷവതിയായിരിക്കും. ഐ എം ഹാപ്പി അച്ഛ. ഐ എം വെരി വെരി ഹാപ്പി. ഏയ് രാജു, നിർത്ത് 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 നിർത്ത്. ഇന്നെന്താ പതിവില്ലാതെ വലിയ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്ന? പോയിട്ടേ ഒരു അത്യാവശ്യ കാര്യമുണ്ട് മാഡം. അതെന്താ ഇത്ര അത്യാവശ്യ കാര്യം? ആ അതൊക്കെ ഉണ്ടെന്നേ. എന്റെ ബർത്ത്ഡേ ആണെന്ന് രാജു മറന്നു. അതാണ് ഇതുവരെ എന്നെ ഒന്ന് വിഷ് പോലും ചെയ്യാത്തത്. രാജു, എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഇന്നത്തെ ദിവസം പ്രത്യേക ദിവസമാണെന്ന് മാഡത്തിനും അറിയായിരുന്നോ? മാഡം, ഇന്ന് രമ്യയുടെ ബർത്ത്ഡേ. ഓ, അവളുടെയും ബർത്ത്ഡേ ആണോ? അതിനാണോ എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് പോകുന്നത്? അതല്ലാതെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? വേറെന്ത് പ്രത്യേകതയാണ് മാഡം? രമ്യയുടെ ബർത്ത്ഡേ അല്ലേ ഹൈലൈറ്റ്? നീ രാജുവല്ല, ഇടിയറ്റ ഇടിയറ്റ്. എന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് നീ തിരിച്ചു വരുമ്പോ നിന്റെ ബൈക്ക് പഞ്ചറാവൂടാ. മാഡം എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? രാജു, വേഗം ബൈക്ക് എടുക്ക്. ദേ, ബൈക്ക് ഓടിക്കുമ്പോ സാർ അധികം സംസാരിക്കണ്ട. നേരെ നോക്കി വണ്ടി ഓടിക്കണം. അല്ലെങ്കിലേ വല്ല പോസ്റ്റിലും പോയി ബൈക്ക് ഇടിക്കും. എന്റെ പൊന്നും മാഡം, നല്ലൊരു ദിവസമായിട്ടെ ആ കരുനാക്ക വളച്ച് ഒന്നും പറയല്ലേ. ഞാൻ ഇനി വീടെത്തുന്ന വരാൻ മിണ്ടുന്നില്ല. അതാ നല്ലത്. ഇവിടെയാണോ രമ്യയുടെ ബർത്ത്ഡേ ആഘോഷം? ആ അതെ മാഡം, വാ നമുക്ക് വെറുതെ ഇവിടെ സംസാരിച്ചെന്നേ സമയം കളയണ്ട. ആ മോള് വാ. ഞങ്ങള് മോളെ കാത്തിരിക്കായിരുന്നു. താങ്ക് യു ഋതിക. ഈ സമയത്ത് എനിക്ക് വേണ്ടി ഇവിടേക്ക് ഋതിക വന്നല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. Many more happy returns of the day. Wishing you a very happy birthday, രമ്യ. എന്താ നിങ്ങളെല്ലാവരും ചിരിക്കുന്നു? എന്താ രാജു, എന്താ കാര്യം പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.